Priya Warrior. ഫുൾ നെയിം As a celebrity, how do you look up to your life? എന്റെ പ്രായത്തിലുള്ള ബാക്കി കുട്ടികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് നല്ല അസൂയാവുമായിരുന്നു. ആ ഒരു ലൈഫ് എവിടെയോ ചെറുതായിട്ട് മിസ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഒരു വർക്കിംഗ് വുമൺ ആയി ആക്ച്വലി. ഈ ഏർലി ഏജിൽ നമ്മളിത് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്ട്രഗിൾസ് വർ മോർ ഔട്ട്വേർഡ്ലി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇന്നും എന്തെങ്കിലും ഒരു ആനക്കാര്യം ചെയ്തു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ അച്ഛനമ്മ പറയുന്നത് എന്താ അങ്ങനെ പറയും. ഇല്ല അന്നുമില്ല ഇന്നും. You dealt very well. പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിരിക്കും. I don't see such stars doing such kind of things. ഞാൻ ഒരു സെലിബ്രിറ്റി ആണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. Seriously. ഞാനിപ്പോഴും ഓട്ടോയൊക്കെ വിളിച്ച് അവിടെ ഇവിടേക്ക് പോകും. ഇപ്പോഴും എന്റെ എസെൻസ് എനിക്ക് എവിടെ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് കുറെ ടേക്ക് അവേ കിട്ടുന്നുണ്ട് ഈ ഇന്റർവ്യൂ. സീരിയസ്ലി ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഹായ് പ്രിയ വാര്യർ, വെൽക്കം ടു ന്യൂസ് 18. ഫുൾ നെയിം സ്റ്റാർട്ടിംഗ് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ലുക്കിംഗ് ഗോർജിയസ് ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു. ആൻഡ് ഇന്നൊരു ബ്രാൻഡ് കൊളാബറേഷൻ ടെൽ മീ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഓൺ എ വെരി റെഗുലർ ഡേ വന്നൊരു കോളാണ് ക്യൂട്ടിക്യൂറുടെ പുതിയ ഫേസ് ആവുന്നു എന്ന് ചോദിച്ചത്. അപ്പം ഐ സെഡ് യെസ് വിത്തൗട്ട് എ സെക്കൻഡ് ഡൗട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ക്യൂട്ടിക്യൂർ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ന്യൂ. നമ്മൾക്ക് അതിനെ കുറിച്ച് അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. സോ ഐ സെഡ് യെസ്. സോ ദാറ്റ് വാസ് ഇറ്റ്. അങ്ങനെ ഒരു കോൾ വരുന്നു, യു ടേക്ക് ഇറ്റ് അപ്പ്. ഈ ബ്രാൻഡ് വാട്ട് ഇസ് യുവർ ഐഡിയ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്, പല ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്. അതിൻ്റെ ഒരു ഫേസ് ആവുക എന്ന് പറയുമ്പോഴേക്കും റെസ്പോൺസിബിലിറ്റി കംസ് അല്ലേ? സോ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലും അതൊരു റെസ്പോൺസിബിലിറ്റിയുടെ അപ്പുറത്തേക്ക് എനിക്ക് എന്താ പറയുക, എനിക്കൊരു ഓണർ ആയിട്ടാണ് തോന്നിയത്. കാരണം എന്റെ ഗ്രാൻഡ് പേരൻസ് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ ക്യൂട്ടിക്യൂറ. ആൻഡ് ടിൽ ഡേറ്റ് എന്റെ ഗ്രാൻഡ് മദർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ എനിക്ക് കോൾ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി അമ്മേനെയാണ് ഫസ്റ്റ് വിളിച്ചത്. ആൻഡ് അമ്മ വാസ് ലൈക്ക് വാവ്, അമ്മമ്മ ഈസ് യൂസിങ് ദിസ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ടു ബി ദ ഫേസ് ഓഫ് ഇറ്റ്. ഒരു ലൈഫ് ഒരു ഫുൾ സർക്കിളിൽ വന്ന് നിൽക്കുന്ന ഒരു മൊമെന്റ് പോലെ തോന്നി എനിക്ക്. ആൻഡ് ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ഫോർ ദെം ഓൾസോ. കാരണം അമ്മയും കൂടെ ഷൂട്ടിന്റെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ലൈക്ക് വിസിറ്റ് മീ ഓൺ സെറ്റ്, ബിക്കോസ് ദേ വർ സോ എക്സൈറ്റഡ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലൈഫ് ടൈം അമ്മമ്മയ്ക്കുള്ള ക്യൂട്ടിക്യൂർ സർപ്രൈസ് ഞാനായിരിക്കും കൊടുക്കുന്നത് ഫോർ ഫ്രീ. യെസ്. ഈ ബ്രാൻഡിങ്ങിലോട്ട് വരുമ്പോഴേ ഇത് ഭയങ്കരമായിട്ട് കവർ ചെയ്യുന്ന ഒരു ഇവന്റ് ആയിട്ട് മാറുന്നു. നമ്മളൊരു ലോഞ്ചിങ്, നമ്മളൊരു ഫേസ് ആയിട്ട് നമ്മൾ വരുമ്പോഴേക്കും ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലത്തെ റെസ്പോൺസിബിലിറ്റീസോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കാൾ ഉപരി തോന്നാറുണ്ട് വെൻ ഐ ടേക്ക് ഇറ്റ് അപ്പ്. ഇനി എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ നാളെ റെസ്പോൺസിബിൾ ഓബ്വിയസ്ലി നമ്മൾ അതിൻ്റെ ഭാഗമാകുമ്പോഴേക്കും അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഹൗ വാസ് യുവർ ടോക്സ് ഈ ബ്രാൻഡുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകളുമായിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അവരുടെ മുന്നിലേക്ക്? അങ്ങനെയൊന്നുമില്ല ആക്ച്വലി. യൂഷ്വലി ലൈക്ക് യു സെഡ്, ഓഫ് കോഴ്സ് നമ്മൾക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വി ട്രൈ ടു ബി വെരി കെയർഫുൾ വിത്ത് വാട്ട് യു പ്രൊമോട്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂവും എനിക്ക് മുന്നിൽ കാണാത്തത് കൊണ്ട് തന്നെ ദേ ഹാവ് സച്ച് എ ലോങ് ലെഗസി. സോ അങ്ങനത്തെ ഒരു റിസ്ക്കും എന്റെ തലയിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. സോ ഐ വാസ് കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ഇറ്റ്. ഹൗ വാസ് യുവർ സ്നോ എക്സ്പീരിയൻസ്? സ്നോ എക്സ്പീരിയൻസ്, യെസ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ 26-ാം വയസ്സിലാണ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് വെരി വെരി നൈസ്. നല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു പോസ്റ്റിനപ്പുറത്തേക്ക് വേറെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം നമ്മൾ ഈ പറയുന്ന ക്ലൈമറ്റ് ഒന്നും അല്ലാതെ ഒരു മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പലരുടെ ആഗ്രഹം ഉണ്ടാവും. So I just want to know in detail. It was in Georgia. ഞാൻ ടിബിലിസിൽ പോയ സമയത്തായിരുന്നു. അപ്പോൾ അവിടെ ആക്ച്വലി ഇപ്പം ഈ പറയുന്ന പോലെ സ്നോവോ വിന്ററോ ഒന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ നമ്മൾ പോയ സ്ഥലത്ത് ആ മൗണ്ടന്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആ ഒരു ഏരിയയിൽ മാത്രം ഓൺ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ ഏറ്റവും പീക്കിൽ പോകുമ്പോൾ മാത്രം കുറച്ച് സ്ഥലത്ത് സ്നോ കവേർഡ് ആയിരിക്കും. അത് ഒരിക്കലും ഇറ്റ് ഡസന്റ് ചേഞ്ച്, ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. വിന്ററിൽ പോകണമെന്നുണ്ടെങ്കിൽ ഫുൾ കംപ്ലീറ്റ്ലി ഇൻ സ്നോ ആയിരിക്കും. ഞാൻ ആ പീക്കിലേക്ക് പോയി, ആ ടോപ്പിലേക്ക് പോയി ജസ്റ്റ് സീ സ്നോ. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ വേറെ തന്നെ ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകാൻ, ബിക്കോസ് ആ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് സ്നോ കാണാനുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ഇപ്പോ ഈ പറയുന്ന പോലെ നമുക്ക് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ലിബർട്ടി ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എപ്പൊ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇനിയിപ്പോ ഈ
വരുന്ന ഇന്ന മാസം പോവും എന്നുള്ളൊരു ലിബർട്ടി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഐ എം ഓൾവേസ് ട്രാവലിംഗ് വെൻ ലൈക്ക് ഓക്കെ അടുത്ത 10 ദിവസം പരിപാടിയൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ. ഐ എം ഓൾവേസ് ട്രാവലിംഗ് ലൈക്ക് ദാറ്റ്. അല്ലാതെ ഇപ്പൊ ഒരു 2 months ലേറ്റർ എനിക്കിത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല. ബിക്കോസ് ഇഫ് സംതിങ് എൽസ് കംസ് അപ്പ് ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അപ്പൊ ഞാൻ എപ്പോഴും സ്പോണ്ടേനിയസ്ലി പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളാണ്. ഇനി ഒരു കമ്മിങ് 20 days എന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് 10 ദിവസം എവിടെയെങ്കിലും പോവാം, അങ്ങനെ പോകുന്ന ഒരാളാണ്. ആസ് എ സെലിബ്രിറ്റി ഹൗ ഡു യു ലുക്ക് അപ്പ് യുവർ ലൈഫ്? അതായത് ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് യു വുഡ് ഹാവ് ലൈഫ് വേറെ നമുക്ക് പ്ലാൻ ചെയ്യാം ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ നൗ ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. എപ്പോ ഏത് പടത്തിന് കോൾ വരുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണോ അടുത്ത ആഡ്സോ പരിപാടി ഒന്നും അറിയത്തില്ല. ഇത് എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ പരിപാടി? ഞാൻ ഈ സ്പോണ്ടേനിറ്റിയും അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ദി ജോബ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി തന്നെ ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇപ്പൊ അഡാപ്റ്റഡ് ടു ഇറ്റ്. ഇനിയിപ്പോ നമ്മൾ ആ ജേർണി എംബ്രേസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എന്താ പറയാ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ബിക്കോസ് എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. ബിക്കോസ് ഓൺ വൺ സൈഡ് ദിസ് ഇസ് വാട്ട് ഐ ചോസ് ഫോർ മൈസെൽഫ്. സോ വാട്ട് എവർ കംസ് വിത്ത് ഇറ്റ് ഐ ഹാവ് ടു ലേൺ ടു എംബ്രേസ് ഇറ്റ്. അപ്പോ ഇപ്പൊ ഈ അൺപ്രഡിക്റ്റബിലിറ്റി ഒക്കെ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു ഇത് ഇനീഷ്യലി യെസ്. കാരണം ബീയിങ് ഒരു 18-year-old that has stepped into this industry, എന്റെ പ്രായത്തിലുള്ള ബാക്കി കുട്ടികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് നല്ല അസൂയാവുമായിരുന്നു. ഇവര് കോളേജിൽ പോകുന്നു, ചില്ല് ചെയ്ത് നടക്കുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ. ആ ഒരു ലൈഫ് എവിടെയോ ചെറുതായിട്ട് മിസ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. ലൈക്ക് ഐ എം നോട്ട് ഹാവിങ് എനഫ് ഫൺ എന്നുള്ളത്. ബിക്കോസ് ഭയങ്കര ചെറുപ്പത്തിൽ തന്നെ ഈ എന്താ പറയാ വർക്ക് എന്നുള്ളൊരു പരിപാടിയിലേക്ക് കടന്നല്ലോ. ഞാൻ കോളേജ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ തന്നെ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ. അപ്പോ ഞാൻ അപ്പൊ തന്നെ ഒരു വർക്കിംഗ് വുമൺ ആയി. ആക്ച്വലി പിന്നെ 18 തന്നെ ഞാൻ വർക്കിംഗ് വുമൺ ആയി. അപ്പോ ആ ഒരു എന്താ പറയാ എക്സ്പ്ലോർ യുവർ ലൈഫ്, നമ്മുടെ ഒരു ഗ്രോത്തും നമ്മൾ ഇവോൾവ് ആവുന്നതും ആസ് എ പേഴ്സൺ ഒക്കെ എൻജോയ് ചെയ്യാന്നുള്ളൊരു ചെറിയ ഫേസ് ഓഫ് ലൈഫ് എവിടെയോ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അന്ന് തോന്നിയിരുന്നു. ബട്ട് നൗ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഓൾ ഫോർ ദ ബെസ്റ്റ്. ഇങ്ങനെ തന്നെയായിരുന്നു സംഭവിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ 18 വയസ്സിൽ വരുമ്പോൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു. നൗ യു ഹാവ് മണി, ഫെയിം, യു ഗോയിങ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. പല സംസ്ഥാനങ്ങളിലും പോയി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ഏർലി ഏജിൽ നമ്മളിത് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. മണി മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഓർ നമ്മൾ നമ്മൾ വേറൊരു തലത്തിലേക്ക് പോവാണ്, ലൈഫ് ഇസ് ഗോയിങ് സംവെയർ എൽസ് എന്ന് പറയുന്ന ഒരു ഹെഡ് വെയിറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളത് മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടയേഴ്സം പ്രോസസ് ആയിരുന്നു എന്നുള്ളത്. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു എന്റെ സ്ട്രഗിൾസ് വർ മോർ ഔട്ട്വേർഡ്ലി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഒരു ഇൻ ദ സെൻസ് ലൈക്ക് ഒരു ഇന്നേറ്റ് സ്ട്രഗിൾ ആയിരുന്നില്ല ഫോർ മീ ടു ലൈക്ക് ഈ പറയുന്ന പോലെ ഇതെങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ വർക്ക് എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ മണി മാനേജ്മെന്റ്, അല്ലെങ്കിൽ സ്റ്റേയിങ് ഗ്രൗണ്ടഡ്. ഇത് ഭയങ്കരമായിട്ട് നമ്മളെ ഹിറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റി ആണോ എന്നുള്ളൊരു തോട്ടൊക്കെ ഇങ്ങനെ വരാതിരിക്കുക എന്നുള്ളത് ഐ ഫീൽ ലൈക്ക് ദാറ്റ്സ് യുവർ ബാറ്റിൽ ഇന്നേറ്റ്ലി. അതെനിക്ക് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് ഐ ഫെൽറ്റ് ലൈക്ക് ഇന്നേറ്റ്ലി എന്റെ റൂട്ട്സ് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ ഇന്നും എന്തെങ്കിലും ഒരു ആനക്കാര്യം ചെയ്തു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ അച്ഛനമ്മ പറയുന്നത് എന്താ അങ്ങനെ പറയും. സോ ഐ എം ഓൾവേസ് ഇല്ല. അപ്പം എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എനിക്കതില്ല. സോ ഐ എം ഓൾവേസ് വെരി ഇൻ ടച്ച് വിത്ത് മൈ റിയാലിറ്റി ലൈക്ക് ദാറ്റ്. വീട്ടിൽ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളത് ഇല്ല അന്നുമില്ല ഇന്നും. വീട്ടിൽ മാത്രമല്ല ആക്ച്വലി ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും ലൈക്ക് ദേ നെവർ ട്രീറ്റഡ് മീ എനി ഡിഫറെന്റ്ലി. എന്നെ മുന്നേ തൊട്ട് കാണുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. അത് അങ്ങനെ അവർ ട്രീറ്റ് ചെയ്യാത്തത് നമ്മൾ തിരിച്ചു അങ്ങനെ കാണിക്കുന്നില്ലാത്തോണ്ടായിരിക്കണല്ലോ. 100%. നമ്മൾ ആസ് എ പേഴ്സൺ മാറുന്നില്ലല്ലോ. മാറുന്നവരുണ്ടല്ലോ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ലൈക്ക് I have always been very particular about that. എനിക്ക് എന്താ പറയാ ദിസ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ എന്നുള്ളത് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ബൗണ്ടറീസ് ഡ്രോ ചെയ്തിരുന്ന ഒരാളാണ് ചെറുപ്പം തൊട്ടേ. സോ ഐ വാണ്ടഡ് ടു ലൈക്ക് നെവർ ലെറ്റ് ഇറ്റ് ഗെറ്റ് ഇൻ ടു മൈ ഹെഡ് ഒരു രീതിയിലും. ഞാൻ മുന്നേ തൊട്ടുള്ള ഇന്റർവ്യൂസിലേ പറഞ്ഞു വരുന്നൊരു കാര്യമാണ് ദാറ്റ് ഒരിക്കലും ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു മൈ ഹെഡ് ആൻഡ് ബ്ലോക്ക് ദി പ്രോസസ് സോർട്ട് ഓഫ്. സോ ആസ് എ പേഴ്സൺ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇവല്യൂഷൻ, ഒരു ഗ്രോത്ത് നടക്കുമല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവുന്നുള്ളതുകൊണ്ട് ഐ നെവർ വാണ്ടഡ് ടു ഡു ദാറ്റ്. സോ എന്റെ സ്ട്രഗിൾസ് വർ മോർ അബൌട്ട് തിങ്സ് ദാറ്റ് ഐ കുഡ് നെവർ കൺട്രോൾ.
എന്നെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ട്രോളിങ് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. All that was something that as an 18-year-old I struggled to understand. അല്ലെങ്കിൽ why this is happening, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് എന്നുള്ളതൊക്കെ ആ ഒരു ഔട്ട്വേർഡ്ലി എന്റെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ കാരണമായിരുന്നു എനിക്ക് കൂടുതലും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ യു ഡെൽറ്റ് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി റൈറ്റ്. ഇപ്പൊ ആലോചിക്കുമ്പോഴേക്കും യു ഡെൽറ്റ് ഇറ്റ് വെരി വെൽ. പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിരിക്കും, പക്ഷേ അത് അകത്തുള്ള സ്ട്രഗിൾസ് കാരണമായിരിക്കും പുറത്ത് നമുക്കത് തോന്നുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി ഡീൽ ചെയ്തു എന്നുള്ളത്. ഐ ഫീൽ ലൈക്ക് എല്ലാം ഒരു പോയിന്റ് വരെ ഞാൻ ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഹൗ ഡു യു ബി സോ ഗ്രൗണ്ടഡ്? ഞാൻ ചോദിക്കാൻ കാരണം ദർ ആർ റാൻഡം വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പ്രിയ നിൽക്കുന്നതായിക്കോട്ടെ, നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസും അല്ലാണ്ട് പുറത്ത് വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇസ് ദാറ്റ് പോസിബിൾ ഇൻ എനി വേ? ഐ ഡോണ്ട് സീ സച്ച് സ്റ്റാർസ് ഡൂയിങ് സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. ഇറ്റ്സ് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഞാൻ ഒരു സെലിബ്രിറ്റി ആണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. Seriously, don't be so modest. No, I'm not being modest. എനിക്കറിയാം ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഭയങ്കര എളിമയായിട്ടൊക്കെ തോന്നുമായിരിക്കുന്നത്, പക്ഷെ ഞാനിപ്പോഴും ഓട്ടോയൊക്കെ വിളിച്ച് അവിടെ ഇവിടേക്ക് പോകും. ഇപ്പോഴോ? ഞാനിപ്പോ ഇടയ്ക്ക് ഡ്രൈവ് ചെയ്യാനുള്ള മൂഡില്ലെങ്കിൽ ഞാൻ ഫ്ലാറ്റിന് ജിമ്മിലേക്ക് ഓട്ടോ വിളിച്ചു പോകും, തിരിച്ച് ഓട്ടോയിൽ വരും. ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് ഐ ഹാവ് നെവർ ഫെൽറ്റ് ദാറ്റ് ഓ ഐ ആം സംതിങ് ബിഗ്, അല്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റിയാണ്, അങ്ങനെ ഒരു തോട്ട് എനിക്ക് ഇതുവരെ ഒക്കർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രോബബ്ലി അതിന്റെ ലൈഫിന്റെ വേറെ ഭാഗങ്ങളെ എഫക്ട് ചെയ്യാത്തത്. ദിസ് ഇസ് എ ഗ്രേറ്റ് തിങ് ബിക്കോസ് ഐ ഫീൽ ലൈക്ക് നമുക്ക് എന്നത് തോന്നുന്നോ അന്ന് കയ്യിൽ നിന്ന് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അൺടിൽ ദെൻ യു സ്റ്റിൽ ബിൽഡിങ്. എന്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ആവില്ല, ഞാൻ അതിനു വേണ്ടി ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. ഗുഡ്. I really like the thought process. കാരണം when you are a lead heroine, നമ്മൾ അതനുസരിച്ചുള്ള സിനിമകൾ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ഐ സീ യു ഇൻ എ ക്യാമിയോ റോളിൽ സർവമായ, അത് കഴിഞ്ഞ് പരമില് പോകുന്നു, അവിടെ എന്തുകൊണ്ടായിക്കോട്ടെ, ഞാൻ പറഞ്ഞത് വേറൊരു റോളിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇസ് ഇറ്റ് നെസസറി ദാറ്റ് നമ്മളൊരു ലീഡ് റോൾ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് പ്രോസസ്? നമ്മൾ എന്നാൽ ഈ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ, ഓർ നമ്മൾ വേറെ സ്വിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ക്യാരക്ടർ റോൾസ് അല്ലാണ്ട് ഞാൻ ക്യാമിയോ വേഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ തോന്നുന്നു. See, I feel like person to person ഓരോരുത്തരുടെ പ്രോസസ്സ് പോലെ ഇരിക്കും. What is Priya Various process? എനിക്കിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് പ്രോസസ്സ് ഒന്നുമില്ല. എനിക്ക് വരുന്ന നല്ല സാധനങ്ങൾ ചെയ്യാന്നുള്ളതാണ് എന്റെ പ്രോസസ്സ്. അതിപ്പോ ഒരു ക്യാരക്ടർ റോൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ സർവമായയിലാണെങ്കിൽ പോലും ഒരു 1 മിനിറ്റിന്റെ ക്യാരക്ടർ ഉണ്ടെങ്കിലും പക്ഷെ 1 മിനിറ്റിന്റെ ക്യാരക്ടറിൽ ഭയങ്കര ഇമ്പാക്ട് ഉണ്ട്. ഇമ്പാക്ട് മാത്രമല്ല, ഐ ലവ് ദ വേ പ്രിയ ടുക്ക് ഇറ്റ്. കാരണം ആ ഇൻസ്റ്റഗ്രാമിൽ ഒരു എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഫോർ ദാറ്റ് 1 മിനിറ്റ് ക്യാമിയോ. അതെന്താ അങ്ങനെ? സെറ്റ് കാരണം മാത്രല്ല, ഐ റിമെമ്പർ ഞാൻ അഖിൽ ചേട്ടന്റെ അടുത്ത് ഒരു 2 ഇയേഴ്സോളമായി ലൈക്ക് മെസ്സേജ് അയച്ചിട്ട് അഖിൽ ചേട്ടൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ എന്നും പറഞ്ഞു. സോ ഈവൻ ഇഫ് ഇറ്റ്സ് ഫോർ എ ക്യാമിയോ ഹി ഡിഡ് തിങ്ക് ഓഫ് മീ. സോ അത് പിന്നെ ഞാൻ എന്തൊരു വർക്ക് ചെയ്താലും അത്രയും തന്നെ വലിയൊരു ക്യാപ്ഷൻ എഴുതി ഇടും. ബിക്കോസ് ഐ എം ഓൾവേസ് വെരി ഗ്രേറ്റ്ഫുൾ. എനിക്ക് I always try to be like proactively be grateful. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഗിവിംഗ് താങ്ക്സ് ഇസ് എ ബെസ്റ്റ് വേ ടു ലൈക്ക് യുനോ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സ് അതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനിപ്പോ ഈ അടുത്തൊരു പാട്ട് ചെയ്തപ്പോഴാണെങ്കിലും, ദ വാർ ക്രൈ ചെയ്തപ്പോഴാണെങ്കിലും, സർവമായല് ചെയ്തപ്പോഴാണെങ്കിലും, ഇതൊക്കെ എനിക്ക് ഭയങ്കര ലൈക്ക് മിനിമൽ എഫേർട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ പോലും അത്രയും നല്ല ടീം അലൈനായി വരുന്നത് എനിക്ക് തോന്നുന്നു ഭയങ്കര ചുരുക്ക. അപ്പം സർവമായയിൽ ആ ക്യാമിയോ ചെയ്യുന്ന ആ 1 ഹോൾ ഡേ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഹാർട്ട് ഫിൽഡ് ആയിട്ട് താങ്ക്സ് ഇട്ടത്. അത് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട് ആ 1 ഹോൾ ഡേ ഓഫ് പ്രോസസ്. അപ്പം ഫ്രണ്ട്സും അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ അലൈനായി വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതാണ് ഈ വലിയ വലിയ ക്യാപ്ഷൻസിൽ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇസ് ഇറ്റ് നെസസറി എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ടല്ലോ. ഇപ്പൊ പലർക്കും നന്ദി ഇല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് യു മേക്ക് ഷുവർ ദാറ്റ് അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പാലിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്, അത് നമ്മൾ റെഗുലർ പ്രോസസ്സിൽ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വേണം, അത് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത്. യു സ്റ്റിക്ക് ടു ദാറ്റ് പ്രോസസ്? യെസ്, 100%. നമ്മൾ നമ്മളായി ഇരിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഹു ഐ ആം.
അപ്പം എനിക്ക് ആ എന്റെ എസെൻസ് എനിക്ക് എവിടെ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് കുറെ ടേക്ക് അവേ കിട്ടുന്നുണ്ട് ഈ ഇന്റർവ്യൂ. സീരിയസ്ലി ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പം അടുത്ത മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ പോലും ഈ വെയിറ്റേജ് ഓഫ് ക്യാരക്ടേഴ്സിനെ പറ്റിയെന്നൊന്ന് ഒരു കാര്യം അറിയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം ആദിക്കിനോട് ഗുഡ് ബാഡ് അഗ്ലി ചെയ്താൽ പോലും ആ ടീം വീണ്ടും ഒരു പടമായിട്ടാണ് വരുന്നത്. അത് എങ്ങനെ കാണുന്നുള്ളത്? ഇപ്പോൾ ഡെയർ ഡെവിലിൻ്റെ ഒരു അനൗൺസ്മെന്റ് വന്നു. രണ്ടാമത്തത് റെഡിൻ കിങ്സ്ലി അതേ പടത്തിൽ പ്രിയയുടെ ഡാൻസിൽ ഇനാക്ട് ചെയ്തപ്പോൾ വാട്ട് വാസ് യു ഫീലിംഗ്? മൊത്തത്തിൽ ആക്ച്വലി ഗുഡ് ബാഡ് അഗ്ലി കാണുന്ന സമയത്ത് എനിക്ക് വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. ബിക്കോസ് ചെന്നൈയിൽ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വിത്ത് ഫാൻസ് ആണ് കാണുന്നത്. ആൻഡ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഒരു മൂവിക്കും. ആൻഡ് അവിടുത്തെ ഒരു ഫാൻഡം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വേറെ തന്നെ ലെവലിലുള്ളൊരു എന്താ പറയാ, തിയേറ്ററിലുള്ള ഓളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബിലീവബിൾ. എക്സാക്ട്ലി. അപ്പം അതൊരു തിയേറ്ററിൽ പോയിരുന്ന് കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തിയേറ്ററിൽ ഈ പറയുന്ന കെയർ പാക്കേജസ് ഒക്കെ ഉണ്ട്. നമ്മള് ഓളിയിട്ട് നമ്മുടെ തൊണ്ടയ്ക്ക് എന്തായാലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാല് വിക്സ് ഗുളികയൊക്കെ തരും. 1 ബോട്ടിൽ ഓഫ് വാട്ടർ, വിക്സ് ഗുളിക, എല്ലാം ഉണ്ടാവും. കെയർ പാക്കേജോട് കൂടിയാ വരിക. സോ ഇറ്റ്സ് ലൈക്ക് ഒരു സെലിബ്രേഷൻ അവിടെ. അപ്പം എനിക്ക് ഇന്നലെ അനൗൺസ്മെന്റ് കണ്ട സമയത്ത് ഞാനിങ്ങനെ ഓർത്തു ആക്ച്വലി നാളെ ആദിക്കിനെ ഒന്ന് വിളിക്കണം എന്നുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൺ. പിന്നെ അഗൈൻ അവരുടെ കോംബോ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓഫ് കോഴ്സ് ഒരു ഫാൻ ബോയ് പരിപാടിയായിരിക്കും. അപ്പോൾ ആദിക്കിനെ വിളിക്കും, എന്തായാലും വിളിക്കും. സോ താങ്ക് യു പ്രിയ, താങ്ക് യു സോ മച്ച് ഫോർ ടൈം കൺസേൺസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ there was a huge takeaway for the interview. Thank you.